എവ്രിവൺ, ഇതിൻ്റെ പുതിയൊരു സീരീസാണ് ക്രാഫ്റ്റ് വക്കി വിത്ത് ശ്രീ. അപ്പോൾ ഇതിൽ നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് ഐഡിയാസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റിക്ക് പപ്പറ്റ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കാം. ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ഇതുപോലെ ഒന്ന് കട്ടിയിലാക്കി എടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ. ഇനി ഒരു വൈറ്റ് പേപ്പറിൽ നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഫേസസ് വരയ്ക്കാം. ആദ്യം ഈ കാണുന്ന ഷേപ്പിലാണ് നമ്മളൊരു ബണ്ണീനെയാണ് വരയ്ക്കുന്നത്. ഒരു പിങ്ക് കളർ കൊടുത്തിട്ട് നമ്മളൊരു ബണ്ണി ഫേസ് വരച്ചെടുക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഫേസസ് ആണ് നമ്മളിവിടെ വരച്ചെടുക്കുന്നത്. ആദ്യത്തേത് ബണ്ണി ഫേസ് ആണെങ്കിൽ രണ്ടാമത് നമ്മൾ വരയ്ക്കുന്നത് ഒരു കുറുനരീനെയാണ്. അപ്പോൾ കുറുനരിയുടെ ഫേസ് വരയ്ക്കുക എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് നോക്കി കളർ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഫേസസ് തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫേസസ് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ കുറുനരീനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2 കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ബെയറിനെയാണ്. അതും കൂടെ വരച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാം വരച്ച് കഴിഞ്ഞു നമ്മുടെ. അപ്പോൾ കളർ ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കളർ ചെയ്യാം, ഇഷ്ടമുള്ള പോലെ ഫേസസ് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം. നമ്മളിവിടെ വരച്ചിട്ടുള്ളത് 3 ഫേസസ് ആണ്. ഇനി ഈ 3 ഫേസസിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൈയൊന്നും മുറിയാതെ നല്ല ശ്രദ്ധയോടെ കട്ട് ചെയ്യുക. ഇനി നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാണ്ട് വെച്ചെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ആരും കൈയൊന്നും മുറിക്കരുത്. അപ്പോൾ നമ്മൾക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ നമ്മുടെ കരടിക്കുട്ടനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വൈറ്റ് ഭാഗം നിർത്തിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കറിൻ്റെ മോഡലായിട്ട് നമുക്ക് കിട്ടും. രണ്ടാമത്തത് കുറുനരി. ഡോറ ബുജിയിലൊക്കെ കണ്ടിട്ടില്ലേ കുറുനരി മോഷ്ടിക്കരുത് എന്നൊക്കെ പറയുന്നത്? ആ ആളേനെയാണ് നമ്മൾ രണ്ടാമത് വരച്ചത്. അപ്പോൾ എല്ലാം നമ്മൾ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്തെടുത്ത ഈ 3 പേരേനെയും ആ സ്റ്റിക്കിലേക്ക് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഡബിൾ സൈഡ് ടേപ്പാണ്. നിങ്ങൾക്ക് സാധാ പശ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഫസ്റ്റത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഇതാണ്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഇൻസ്റ്റാ ID ഞാനിതിൽ ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ വർക്ക് ഫോട്ടോ എടുത്തിട്ട് എന്നെയും കൂടെ ടാഗ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 15 ക്രാഫ്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരാൾക്ക് ഞാനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ വെക്കേഷൻ അടിച്ചു പൊളിക്കുക. കുറച്ച് സമയം ഇപ്പോൾ വെയിലൊക്കെ അല്ലേ, ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. ഇനി സ്റ്റോറി ഇടുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന വർക്കാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പപ്പറ്റ്സിനെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചെങ്കിൽ ഈ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അതും കൂടെ സ്റ്റോറിയിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ക്രാഫ്റ്റൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.